നമുക്ക് രാഷ്ട്രീയം പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം. അല്ലാതെ ഈ അത്യാഹിതങ്ങളും അപകട മരണങ്ങളും അത് കാണിച്ച് ഉടനെ അതൊരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ മുദ്രാവാക്യമാക്കി മാറ്റുന്നത് അത് ജനങ്ങൾ തിരിച്ചറിയും. കേരളത്തുകാർ അത്ര മണ്ടന്മാരൊന്നുമല്ല. ഈ സംഭവത്തിൽ അവിടെ നിയമപരമായി ഗവൺമെൻറ് എന്നുള്ള നിലയിൽ ചെയ്യാൻ കഴിയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അത് ഒരു അന്വേഷണം വന്നിട്ട് മാത്രമേ പറയാൻ വേണ്ടി പറ്റുള്ളൂ. ഞാൻ തിരുവനന്തപുരത്ത് നിന്നുള്ള വിവരങ്ങൾ മാത്രമാണ് എനിക്ക് ഉള്ളത്. അത് എല്ലാ നിലയിലും അത് അന്വേഷണം നടത്തും. ഇതിൽ എന്തെങ്കിലും ഗൂഢാലോചന നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഒരു അപകടം എന്തുകൊണ്ടാണ്, ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അന്വേഷിക്കും. ഒരു പ്രതി എന്തായാലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. മറ്റൊരു കാര്യം, കണ്ണൂര് 8 സ്കൂളുകൾ അടച്ചുപൂട്ടാണെന്നുണ്ട് മാധ്യമ വാർത്തകൾ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ഇത്തരത്തിൽ അങ്ങനെ എന്തെങ്കിലും നടപടികളുണ്ടോ? ഈ സ്കൂള് പൂട്ടിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നയമല്ല. എയ്ഡഡ് മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നാലും ഗവൺമെൻറ് സ്കൂളായിരുന്നാലും സ്കൂൾ പൂട്ടുന്നത് ഗവൺമെൻറ് നയമല്ല. 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്ന അവസരത്തിൽ UDFിൻ്റെ സമയത്ത് പൂട്ടാൻ നിശ്ചയിച്ചിരുന്ന സ്കൂളുകൾ തുറക്കുന്നതിന് വേണ്ട നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്രാവശ്യവും ആ നടപടി തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് കണ്ണൂർ ജില്ലയിലെ ചില സ്കൂളുകളുടെ കാര്യമാണ് ഇത് പറയുന്നത്. അതിനെ സംബന്ധിച്ചൊരു അടിയുന്ന റിപ്പോർട്ട് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്.